രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിൻ്റെ അകത്ത് പീനട്ട് ചേർത്ത് അത് അങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൾബറിക്കാണ് കണ്ടിട്ട്. മൾബറി പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷേ അത്ര നമ്മുടെ നാട്ടിലത്തെ കൂട്ട് ഇത്തിരി മൃശ്യൊന്നുമില്ല. ഞങ്ങളുടെ ഗാർഡനിൽ നിന്നതാ, അത് ഞാൻ പറിച്ചതാണ് ഒന്ന്. ഇവിടെ ഒരാൾ എന്തെങ്കിലും കണ്ടാൽ ഇളയാൾ കിട്ടുന്നിടം വരെ പുറകെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലിച്ചിയുടെ ജ്യൂസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനത് ചോദിച്ചു. പിന്നെ ഇച്ചിരി അവനതെടുത്ത് കൊടുത്ത്, തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാണ് കൊടുത്തത്. ഒരു തീരെ ഇപ്പം കൊടുത്തതാ, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമോ, കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ പുറകെ നിന്ന് മാറത്തില്ല. അങ്ങനെ എടുത്ത് കൊടുത്തതാ. പിന്നെ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആ സവാള ഇട്ട് കൊടുത്ത് ഇത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇച്ചിരി ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഞാനൊന്ന് ഇച്ചിരി ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് പിന്നെ ബോട്ടിലുകളിലെല്ലാം കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ക്യാനിൽ വെള്ളം ഒഴിച്ച് പിന്നെ വെള്ളം കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടിക്കാനും വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കിനും മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തൈരൊക്കെ ഉടച്ചെടുത്ത് അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ വെച്ച് അതിൽ നിന്നിങ്ങനെ പുക പോലെ ആവി പോലെ വന്ന ഉടനെ ഞാൻ അതിൻ്റെ അകത്ത് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി. അപ്പോൾ അരി ഇപ്പോഴാണ് ഞാൻ അടപ്പത്തിട്ടത്. പഴയ ചോറുണ്ടായിരുന്നു, അതൊന്ന് വെച്ച് വാർത്ത്. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരത്തേക്കിന് മതി. പെട്ടെന്ന് വേവുന്ന അരിയായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് അരി അവിടെ കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞൊന്ന് തീ ഓഫാക്കിയിട്ട് അതൊന്ന് അടച്ചിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും വേണമെങ്കിലൊന്ന് ഓണാക്കി തിളപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് പയറൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ പയർ തോരൻ വെക്കാൻ പയറിലേക്ക് സവാള, തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായി ഞെവിടിയിട്ട് ചീനച്ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് ഇതിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ പാത്രം ഒന്ന് കഴുകി 1-2 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിക്കാവൂ. ആദ്യം കുറച്ച് ഇച്ചിരി 1 മിനിറ്റ് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ചെറിയ തീയിലടച്ച് അവിടെ ഇടും. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയതിനെ കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചായ, ഒരു അടിപൊളി നല്ല സ്ട്രോങ് ചായയും കൂടെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. ആർക്കെങ്കിലും ഫുള്ളായിട്ട് വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിലിട്ടിട്ടുണ്ട്.